തൃശൂർ നഗരത്തിൽ പുലിക്കളി നാളെ. നായ്ക്കനാൽ, പാട്ടുരായ്ക്കൽ, അയ്യന്തോൾ, ശങ്കരൻകുളങ്ങര, കുട്ടൻകുളങ്ങര, ചക്കാമുക്ക, സീതാറാം മിൽ, വെളിയന്നൂർ യുവജന സംഘം, പുലിക്കളി സമിതി എന്നിങ്ങനെ 9 ടീമുകളാണ് ഇത്തവണ പുലിക്കളിക്കുള്ളത്. പുലിച്ചമയങ്ങളുടെ പ്രദർശനം തൃശൂരിൽ ഒരുക്കിയിട്ടുണ്ട്. പുലിക്കളിക്കായുള്ള ഒരുക്കങ്ങൾ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ നാളെ രാവിലെ 9 മുതൽ TCV തത്സമയം സംപ്രേഷണം ചെയ്യും. മുകേഷ് ലാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൃശൂർ നഗരം പുലിക്കളിയുടെ ആരവങ്ങളിലേക്ക്, ആവേശത്തിലേക്ക്, ആ പുലിക്കളി പിറവി കൊണ്ട തൃശൂർ നഗരത്തിൽ ഏറ്റവും ആവേശകരമായ ആ മണിക്കൂറുകൾക്കായി നമ്മൾ കാത്തിരിക്കുമ്പോൾ അണിയോർ ഒരുക്കങ്ങൾ അതിനേക്കാൾ ആവേശകമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുലിക്കളിക്കുള്ള പെയിന്റ് ഒരുക്കുക എന്ന ശ്രമകരമായ ജോലി അത് ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് അയ്യന്തോൾ ദേശത്തിൻ്റെതാണ്. വളരെ ശ്രമകരമായ ജോലിയാണ്, വളരെ ഭംഗിയായി അരച്ചെടുക്കണം. ഇത് നാളെ രാവിലെ മുതൽ തന്നെ ആ കുട്ടിപ്പുലിയായാലും വലിയ കുടവയറൻ പുലികളായാലും രാവിലെ മുതൽ തന്നെ ഈ പുലിവേഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും, വര ആരംഭിക്കും. ഈ രാവിലെ പുലർച്ചെ ആരംഭിക്കുന്ന വരയൊരുക്കങ്ങളാണ് പിന്നീട് വൈകിട്ട് നമ്മൾ തൃശ്ശൂരിലെത്തുമ്പോൾ, സ്വരാജ് റൗണ്ടിലെത്തുമ്പോൾ കാണുന്നത്. ഈ ഒരുക്കങ്ങൾ വീക്ഷിക്കാനും ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ ഇതിൻ്റെ പിന്നിലുള്ള എത്രത്തോളം എഫർട്ട് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അവർക്കുള്ള ബാഡ്ജുകൾ നൽകാനും എല്ലാമായി ഇപ്പോൾ മേയർ MK വർഗീസും ശ്രീ VT ഷാജിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തൊക്കെയായി ഒരുക്കങ്ങൾ? ഇതിപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ നേരിട്ട് നടത്തുന്ന ഒരു പുലിക്കളി ആയതുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇവരെന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും സഹായ സഹകരണം ഇനി വേണോ, ഇവരുടെ പ്രാഥമികമായി ഇവർ തുടങ്ങി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. ഇപ്പോൾ അയ്യന്തോൾ പുലിക്കളി സംഘത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരതിൻ്റെ പൂർത്തീകരിക്കാൻ വേണ്ടി നാളേക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പെയിൻറ്റുകളും അരച്ച് ചേർത്ത് നാളെ കാലത്ത് അതിരാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള ബാഡ്ജും മറ്റു കാര്യങ്ങളൊക്കെ ഇവരെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നത്. ഒരു കാര്യം പ്രത്യേകം പറയാതിരിക്കാൻ കഴിയും, മുൻകാലങ്ങളിൽ വളരെയേറെ പരാതികളുണ്ടായിരുന്നു. ഇപ്പോൾ ആ പരാതികളൊക്കെ ഒഴിഞ്ഞു മാറി ശരിക്കും നമ്മൾ പറയാറില്ല, ഒരു തെളിഞ്ഞ അന്തരീക്ഷത്തിലുള്ള ആഘോഷം എന്ന് പറയുന്നത് അതുപോലെ ഒരു തെളിച്ചമുണ്ട് അല്ലേ? 100%. കാരണം വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് പുലിക്കളിയുടെ കാരണവർ ആരെന്ന് ചോദിച്ചാൽ അത് അയ്യന്തോള. കാരണം പല കാര്യങ്ങളിലും ഏറ്റവും കൂടുതൽ സഹകരിച്ചിരുന്നതും ഈ പറയുന്ന അയ്യന്തോൾ സംഘമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഇവർ ഇഷ്ടപ്പെടാൻ തന്നെ കാരണം വയനാട് ദുരന്തമുണ്ടായപ്പോൾ പുലിക്കളിയുടെ സമയമായിരുന്നു. ഞങ്ങളെല്ലാവരും വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കാരണം ഈ പ്രാവശ്യം നമുക്ക് പുലിക്കളി വേണ്ട. പക്ഷേ ആദ്യമായി പത്രത്തിൽ ബോധ്യപ്പെടുത്തിയത് ഇവരാണ്. ഇവർ പറഞ്ഞു ഈ പ്രാവശ്യത്തെ പുലിക്കളി ഞങ്ങൾ ഉപേക്ഷിക്കുന്നു, ആ ഫണ്ട് എവിടേക്ക് വയനാട്ടിലേക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ ആ പുലിക്കളി സംഘത്തിന് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യം ഇവിടെ വന്നു. തീർച്ചയായും ആ അയ്യന്തോൾ അങ്ങനെ പോലുള്ള അതുപോലെ പുലിക്കളിക്കായി നിരന്തരം പിന്നിൽ നിൽക്കുന്ന ഒരുപാട് പേരാണ്. ആ ഒരുപാട് പേരുടെ അധ്വാനമാണ് നമ്മൾ ആ പുലിക്കളിയായി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലെത്തുമ്പോൾ നമുക്ക് വളരെയധികം ആവേശം പകരുന്ന ആ പുലിക്കളിയിലേക്ക് എത്തുന്നത്. കാരണവർ കൂടിയായ എത്രയോ പുലിക്കളികൾ കണ്ടു അല്ലേ? ഈ ഒരു പുലിക്കളി ഇങ്ങനെ കുറേ കാലം മാറി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ എത്തിയെങ്കിലും എന്ത് പറയാനുണ്ട്? ആവേശകരാണ്. അയ്യന്തോൾ ടീം ആവേശകരായിട്ടാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മേയർ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല നിലയിലുള്ള സംഘാടനം നടത്തുന്ന ഒരു ടീമാണിവർ. അതിന് കോർപ്പറേഷനും നല്ല പിന്തുണ കൊടുക്കുന്നുണ്ട്, അവരും ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും നമുക്കും കാത്തിരിക്കാം ആ പുലിക്കളിയുടെ ആരവത്തിലേക്ക്, ആവേശത്തിലേക്ക്. ആ അരമണിക്കിലുക്കവും ആ പുലിക്കൊട്ടിൻ്റെ താളവുമെല്ലാം എന്തുമാത്രം ആവേശമാണ് നമുക്ക് പകർന്നു നൽകുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടേയിരിക്കട്ടെ. നമുക്കും കാത്തിരിക്കാം ആ പുലിക്കളിയുടെ അതിഗംഭീരമായ മാസ്മരിക പ്രകടനത്തിലേക്ക്.